നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ചോദ്യം. ഒരു ദിവസം പുലർച്ചെ നിങ്ങളുടെ വീടിന് മുന്നിലേക്ക് ഒരാൾ വരുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ താമസിക്കുന്ന വീടും പറമ്പും 100 വർഷം മുമ്പ് ഒരു മുസ്ലിമിൻ്റേതായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തു സംഭവിക്കും? അത്ഭുതം തോന്നും അല്ലേ? അത്ഭുതം തോന്നുകയല്ല, ഭയപ്പെടണം. ആ ഭൂമി, വീട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. വെറും കടങ്കഥയല്ല. 1954 നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ വഖഫ് നിയമം അത് പിൻവലിച്ചു. 995 കോൺഗ്രസ് സർക്കാർ അത് പുനഃസ്ഥാപിച്ചപ്പോൾ കൊണ്ടുവന്ന നിലവിലുള്ള വഖഫ് നിയമത്തിലെ 3-ാം വകുപ്പ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി അത് മുസ്ലിമിൻ്റേതായിരുന്നു എന്ന് വഖഫ് ബോർഡ് വിചാരിച്ചാൽ, കണ്ടെത്തിയാലല്ല, വിചാരിച്ചാൽ അത് വഖഫിൻ്റെ ആവും. പിന്നീട് നിങ്ങൾക്കത് കോടതി ചോദ്യം ചെയ്യാൻ പറ്റില്ല. വഖഫ് ട്രിബ്യൂണലിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റൂ എന്ന് വഖഫ് നിയമത്തിലെ 3-ാം വകുപ്പ് പറയുന്നു. ഇനി രസകരമാണ് 8-ാം വകുപ്പ്. അങ്ങനെ ഒരാളുടെ വസ്തു, നിങ്ങളുടെ വസ്തു, ഇത് കേൾക്കുന്ന പ്രേക്ഷകൻ്റെ വസ്തു വഖഫ് ബോർഡ് വിചാരിച്ചു ഇത് വഖഫിൻ്റെ ആണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ ആകെ ആശ്രയിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലിനെ മാത്രമാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങളുടേതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടെയാണ്. വഖഫിന് ഒരു തെളിവും ഹാജരാക്കേണ്ടതില്ല. ഇനി 40-ാം വകുപ്പ് നോക്കാം. ക്ലെയിം ഇങ്ങനെ ക്ലെയിം മുന്നോട്ട് വെച്ചാൽ അത് ആത്യന്തികമായി നമ്മുടെ മാത്രം ബാധ്യതയായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള വഖഫ് നിയമത്തിലെ ഏറ്റവും അപകടകരമായ 3 വകുപ്പുകളാണ് ഈ പറഞ്ഞത്. ഇനി ഒരു തമാശ പറയാം. നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ഒരുപാട് സ്ഥലങ്ങൾ സർക്കാരിൻ്റെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളത് ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കുമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ളത് വഖഫ് ബോർഡിനാണ്. വഖഫ് ബോർഡ് നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയിലേറെ ഭൂമി ഇന്ന് വഖഫ് ബോർഡിനുണ്ട്. സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടികളിൽ നിന്നുള്ള വരുമാനം 16,000 കോടി രൂപ വരെ ആക്കി മാറ്റാമെന്നാണ്. 16,000 കോടി രൂപ വരെ വഖഫ് ബോർഡിനുണ്ടാക്കാം. ഇതാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വഖഫ് നിയമം. ഈ നിയമത്തിലാണ് ഭേദഗതി വരുത്താൻ നരേന്ദ്രമോദിയുടെ 3-ാം സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചത്. സത്യത്തിൽ ഭേദഗതി വരുത്തുകയല്ല വേണ്ട, ഈ നിയമം തന്നെ എടുത്തു കളയുകയല്ലേ രാമേന്ദ്ര സാർ ചെയ്യേണ്ടത്? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഈ ഇങ്ങനെ ഒരു നിയമം മുസ്ലിം രാജ്യങ്ങളില്ല. ഇല്ല, തുർക്കിയിൽ പോലും തുർക്കിയിലില്ല. തുർക്കിയിലില്ലെന്ന് മാത്രമല്ല, തുർക്കിയില്ല, ലിബിയ ഇല്ല, ഈജിപ്ത് ഇല്ല, സുഡാൻ ഇല്ല, ലെബനനില്ല, സിറിയയിലില്ല, ജോർദാനില്ല, ഇറാഖിലില്ല, ഖത്തറില്ല. അതെ, ഖത്തറും ഇല്ല. വലിയ ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്നും ഏകാധിപത്യ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും ഇങ്ങനൊരു നിയമമില്ല. ഏറ്റവും പുതിയൊരു കാര്യം ഇപ്പോൾ ഞാൻ പറയാം. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു. അത് വന്നു. എന്താണ് അതിൽ? ബുർഹാൻപൂർ കോട്ട എന്ന് പറഞ്ഞൊരു കോട്ടയുണ്ട്. അവിടെ ഏതോ മുസ്ലിം പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെയോ മറ്റോ ശവക്കല്ലറയുണ്ട്. അതുകൊണ്ട് ഈ കോട്ട ഞങ്ങളുടേതാണെന്ന് ആവശ്യപ്പെട്ട് വഖഫ് ബോർഡ് കേസ് കൊടുത്തു. ഷാ ഷൂജയുടെ, പിന്നെ നാദിർ ഷാ, ബിബി സാഹിബ് തുടങ്ങിയവരുടെ ശവകുടീരമാണ്. അതിൽ ഒരെണ്ണം പറഞ്ഞത് ഇന്നയാളുടെ സ്മാരകം എന്ന് പറഞ്ഞത് തെറ്റുമായിരുന്നു, ഷാഷോജയുടെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കേസ് കൊടുത്തപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റിസ് അലുവാലി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ മുഗളന്മാരാണല്ലോ ഇന്ത്യ ഭരിച്ചത്, അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ ആവശ്യപ്പെടുമോ? വലിയ ചോദ്യമാണ്. ആവശ്യപ്പെട്ടത് തന്നെയാണ്. കാരണം മുഗൾ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന രാജ്യം മുഴുവൻ മുസ്ലിമിൻ്റെതായിരുന്നു. അന്ന് ഒരു ക്ലെയിം വേണമെങ്കിൽ വഖഫ് ബോർഡിന് വെക്കാം. ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. എന്ന് മാത്രമല്ല, ഈ ബുർഹാൻപൂർ കോട്ട പക്ഷേ മധ്യപ്രദേശ് ഹൈക്കോടതി വിട്ടുകൊടുത്തില്ല. കൊടുക്കേണ്ടതിന് കാരണം, നിങ്ങൾ പറയുന്ന വഖഫ് നിയമം ഉണ്ട്, പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് സംരക്ഷിത സ്മാരകമായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വിജ്ഞാപനം ചെയ്തുകൊണ്ട് ഇത് ബാധകമല്ല. അല്ലെങ്കിൽ ഈ കോട്ട അത് പോയേനെ. അപ്പോൾ കോടതി ജസ്റ്റിസ് അലുവാലിയ ചോദിച്ച ചോദ്യം ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും, കേരളത്തിൽ ഈ 2 പേരല്ലേ ഉള്ളൂ, ചങ്കിടിപ്പോടെ കേൾക്കണം. കാരണം ഇന്ത്യ മുഴുവൻ വഖഫിൻ്റേതാണെന്ന് അവകാശപ്പെടാൻ ഈ നിയമപ്രകാരം കഴിയും. നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, നമ്മളാരും അറിയാതെ വീട്ടിൽ കിടന്നുറങ്ങുക. നാളെ ഒരാൾ വന്ന് പറയുക 100 വർഷം മുമ്പ് എൻ്റെ ഒരപ്പൂപ്പൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കൊടുത്തേ പറ്റുള്ളൂ. അതാണ് നിയമം. നിങ്ങൾക്കൊരു കോടതിയിലും പോകാൻ പറ്റില്ല. അവിശ്വസനീയമെന്ന് തോന്നും. ഇതാണ് സത്യം, ഇതാണ് വസ്തുത. ഇതിനെതിരെ ഈ നിയമത്തിലാണ് ഇപ്പോൾ കേന്ദ്രം ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നത്. എനിക്ക് വളരെ നിർഭാഗ്യകരമായിട്ട് ചോദിച്ചത്, കേരളത്തിൽ നിന്ന് ജനിച്ച
കേരളത്തിലെ ഒരു ഹിന്ദുവായ ഒരു MP KC വേണുഗോപാൽ പാർലമെന്റിൽ ചോദിച്ചിരിക്കുന്നു, ഈ വഖഫ് നിയമപ്രകാരം അതിനകത്ത് മുസ്ലിം അല്ലാത്തവരെ നിങ്ങൾ ഉൾപ്പെടുത്താൻ പോവല്ലേ? കേരളത്തിലെ ദേവസ്വം ബോർഡിൽ നിങ്ങൾ അഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ വെക്കുമോ എന്നാണ് ഇയാൾ ചോദിച്ചിരിക്കുന്നത്. കർണാടകയിലെ ടെമ്പിൾ ബില്ലിലോ? അല്ല, വലിയ വ്യത്യാസമുണ്ട്. കേൾക്കൂ സാർ, അതല്ല ഇതിനകത്ത് ഈ വഖഫ് നിയമപ്രകാരം ഏറ്റെടുക്കം ഒരു മുസ്ലിം വന്ന് അല്ലെങ്കിൽ വഖഫ് വന്ന് ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിൻ്റെയോ ഭൂമി ഞൻ്റെയാന്ന് പറഞ്ഞാൽ അതങ്ങ് ഏറ്റെടുക്കണം, വഖഫ് കൊണ്ടുപോകും. പക്ഷെ ദേവസ്വം ബോർഡിന്റെ അങ്ങനെയല്ല. ദേവസ്വം ബോർഡിന്റെ പ്രോപ്പർട്ടികൾ, ദേവസ്വം സ്വത്തുക്കൾ മുഴുവൻ സർക്കാർ ഏറ്റെടുത്തതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റെടുത്തിട്ടില്ല, മുസ്ലിമിന്റെ ഏറ്റെടുത്തിട്ടില്ല, ആരുടെ ഏറ്റെടുത്തിട്ടില്ല. ഇവിടെ മുസ്ലിം അല്ലാത്ത ആളുകളുടെ ഭൂമി വഖഫ് നിയമപ്രകാരം ഏറ്റെടുക്കാം ഉള്ള നിയമം നിലനിൽക്കുന്നു. അതിലെ അപാകത പരിഹരിക്കാൻ ആ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരും വേണം. ഈ ഭൂമി ഹിന്ദുവിൻ്റെ ആണോ ക്രിസ്ത്യാനിയുടെ ആണോ ന്യായയുക്തമായാണോ ഏറ്റെടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മുസ്ലിമുകളായ ആളുകൾ ഉണ്ടായാൽ മാത്രമേ സുതാര്യമാവുള്ളൂ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ KC വേണുഗോപാല് മറ്റേ കോൺഗ്രസ് സർക്കാരാണല്ലോ കർണാടകയിലുള്ളത്. അവിടെ ടെമ്പിൾ ബില്ല് കൊണ്ടുവന്നല്ലോ ക്ഷേത്രങ്ങൾക്കൊക്കെ. എന്നിട്ട് അതിന്റെ മാനേജിങ് കമ്മിറ്റിയിൽ മുസ്ലിമിനെ അംഗമാക്കുന്നു പറഞ്ഞിരുന്നു. അതിനെന്താ ചോദ്യം ചെയ്യാതിരുന്നത്? അതൊരു കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞു അതിലും ഭീകരാണിത്. അതിലും KC വേണുഗോപാൽ ചോദിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ഭൂമി വഖഫ് കൊണ്ടുപോയാൽ അത് അവർക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കുന്ന മുസ്ലിങ്ങൾ തീരുമാനിക്കും. ഇപ്പോഴത്തെ നിയമപ്രകാരം KC വേണുഗോപാൽ പറയുന്നത് അവർ മാത്രം തീരുമാനിച്ചാൽ മതി. അത് പോരാന്നാണ് കേന്ദ്രം പറയുന്നത്. കാരണം ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഇന്ത്യയിലെ ഏത് പ്രോപ്പർട്ടിയും ഈ നിയമപ്രകാരം ഏറ്റെടുക്കാമെന്നിരിക്കെ അതിൽ തീർപ്പ് കൽപ്പിക്കാൻ ഉള്ള ബോഡിയിൽ മുസ്ലിങ്ങളല്ലാത്തവരും വേണം. അത് ദേവസ്വം ബോർഡ് പോലെയാണെന്ന് ചോദിക്കുന്ന ഇയാൾ പരമ ഹിന്ദു വിരുദ്ധനല്ലേ? പുതിയ നിയമത്തില് കേന്ദ്ര വഖഫ് കൗൺസിലിലും മുസ്ലിം ഇതരരായ 2 പേര് വേണം. സംസ്ഥാന വഖഫ് ബോർഡുകളിലും മുസ്ലിം ഇതരരായ 2 പേര് വേണമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിന് ദേവസ്വം ബോർഡുമായി താരതമ്യം ചെയ്ത് ഈ നാട്ടിലെ ഹിന്ദുക്കളെ കബളിപ്പിക്കാൻ നോക്കുകയാണ്. അതെ ഇയാൾ ഹിന്ദു വിരുദ്ധനാണ്. അതെ, ഹിന്ദുവിന്റെ സ്വത്തുക്കൾ മുഴുവൻ മുസ്ലിങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോട്ടെ എന്നാണ് ഈ പറയുന്നത്. അങ്ങനെയാണല്ലോ ഈ KC വേണുഗോപാലിന്റെ നേതാവ് മൻമോഹൻ സിംഗ് അവസാനം രാജിവെച്ചു പോകുമ്പോൾ ഡൽഹിയിൽ പ്രൈം പ്രോപ്പർട്ടി 123 എണ്ണം വഖഫ് ബോർഡിന് 2014 മാർച്ചിൽ ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് 123 പ്രധാന സ്വത്തുക്കൾ വഖഫ് ബോർഡിന് കൊടുത്തു. അത് അവിടെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ശരിക്കും ആ നഗരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോപ്പർട്ടീസാണ്. ചിലതൊക്കെ പള്ളി മോസ്കിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ആ 123 സ്ഥലങ്ങളും ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണെന്ന് നോക്കിയതാണ്. ഇത് മറ്റേ മോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തും ഇത് ഒരു സ്ഥലത്ത് ഇഷ്യൂ ആയിട്ട് പറഞ്ഞിരുന്നു. ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇസ്ലാമിക രാജ്യമായി സാവകാശം മാറ്റാൻ വേണ്ടി ചെയ്ത ഒരു ചതിയാണ് ഈ വഖഫ് നിയമം. അതായത് നമ്മൾ ഇന്ത്യ വിഭജനം ഉണ്ടായല്ലോ, ഇവിടെ നിന്ന് മുസ്ലിംസ് മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ നമ്മൾ ചെയ്തെന്തറിയോ, മുസ്ലിംസിന്റെ സ്വത്തുക്കൾ പ്രോപ്പർട്ടി മുഴുവൻ എടുത്തിട്ട് വഖഫിന്റെ കീഴിലാക്കി. പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾ ഇങ്ങോട്ട് പോന്നപ്പോൾ അത് മുഴുവൻ അവിടുത്തെ മുസ്ലിങ്ങളും എടുത്തു, പിന്നെ സർക്കാർ ഏറ്റെടുത്തു. അതെ, ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് പോലും ഒരു ഹിന്ദുവിനെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ അത് എനിമി പ്രോപ്പർട്ടി ആയിട്ട്. അതാണ് അവിടുത്തെ സംഭവം. ഇവിടെ വഖഫിന് ഇപ്പോ 9.4 ലക്ഷം ഏക്കർ വസ്തുവാണ് ഉള്ളത്. അതില് 8.7 ലക്ഷം സ്വത്തുക്കളുണ്ട്, കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട്. അതായത് 8,54,509 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെ, ഇത് 95 ഈ നിയമം വരുന്നതിന് മുമ്പ് ഇതിന്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. 4.5 ലക്ഷം ഹെക്ടറേ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഭൂമി കൂടിയിട്ടില്ല, രാജ്യത്തിന്റെ ഭൂമി കൂടിയിട്ടില്ല, വഖഫിന്റെ ഭൂമി കൂടി. വഖഫ് പോയി ഓരോ സ്ഥലത്ത് ക്ലെയിം ചെയ്യും, ഇത് ഞങ്ങളുടേതാന്ന് പറയും. പിന്നെ ഈ നമ്മുടേത് വഖഫ് ബോർഡ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബലാത്സംഗ കേസിലെ പ്രതിയെ പോലെയാണ്. ഇത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അതായത് നമ്മൾ പിന്നെ പ്രോപ്പർട്ടി ഇറങ്ങി കൊടുത്തേ പറ്റുള്ളൂ. ഇതിപ്പോ നമ്മൾ കേരളത്തിൽ ആർക്കും വലിയ അനുഭവം ഉണ്ടാകത്തോണ്ടാ. വൈപ്പിനിൽ കേസുണ്ട്, ചെറായില് ഒരു ക്രിസ്ത്യൻ പള്ളിയും 400ഓളം കുടുംബങ്ങളും ഇരിക്കുന്ന സ്ഥലം വഖഫിന്റെ ആണെന്ന് വഖഫ് ബോർഡ് അവകാശപ്പെട്ടിരിക്കുക. അവകാശപ്പെട്ടു കഴിഞ്ഞാൽ ഈ നിയമത്തിലെ 3-ാം വകുപ്പ് അനുസരിച്ച് അങ്ങനെ വഖഫിന് തോന്നിയാൽ ആ സെക്കൻഡിൽ വഖഫിന്റെ ആയി. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തളിയിൽ എന്ന് പറഞ്ഞ ആ പ്രോപ്പർട്ടിയിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ
നേരത്തെ ഈ മധ്യപ്രദേശ് കേസ് പറഞ്ഞല്ലോ, 2 മാസം മുമ്പ് ഹൈദരാബാദില് കോടതിയുടെ ഒരു വിധി വന്നു. അവിടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ തമിഴ്നാട്ടിലൊരു ഗ്രാമം, ഒരു 6 വില്ലേജുകളും 1500 വർഷം ക്ഷേത്രവും വഖഫ് കൊണ്ടുപോയി. വഖഫ് പറയാൻ ഞങ്ങളുടെയാണ്. അപ്പോ കോടതി വേറെ ആരുമല്ല, രാഷ്ട്രീയക്കാരല്ല ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് അലുവാലിയ, മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജഡ്ജി, ഈ കേസ് പരിഗണിച്ച് ഇന്നലെ ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ വഖഫിന്റെ ആക്കാം. കാരണം ഇവിടുത്തെ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചതാണ്, അതുകൊണ്ട് അവരുടെ ഭൂമിയായിരുന്നു. ഇത് വഖഫിന്റെ ആണെന്നോ ഇന്ത്യ മുസ്ലിം രാജ്യമായി. അതെ, ഇതിൻ്റെ അകത്ത് പിന്നെ ഈ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വേറെ വിഭാഗങ്ങളുണ്ടല്ലോ, സുന്നികളല്ലാതെ. ഇപ്പൊ ആഗാ ഖാനി, ബൊഹ്റ, അങ്ങനെയുള്ള പിന്നാക്കം മുസ്ലിങ്ങൾക്ക് വേറെ വഖഫ് ബോർഡ് ഈ നിയമത്തിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിലെ പിന്നാക്കക്കാരെ കണക്കിലെടുത്തിട്ടുണ്ട്. ബോർഡിന് ഇനി മുതൽ ഈ നിയമം വന്നാൽ ഏതെങ്കിലും ഒരു സ്വത്ത് കയറി ഞങ്ങളുടേതാണെന്ന് പറയാൻ പറ്റില്ല. വേറെ തമാശയോട് ഇപ്പോഴുള്ള നിയമപ്രകാരം ഒരു ഖബർസ്ഥാൻ, ശ്മശാനമുണ്ട്. ശ്മശാനത്തിനൊരു മതിൽ കെട്ടിയാൽ ആ മതിലിന് ചുറ്റുമുള്ള സ്ഥലം അങ്ങനെ മതിൽ കെട്ടി ചില സ്ഥലത്ത് തിരിച്ചെടുത്തിട്ടുണ്ട് അവര്. അതായത് ഒരു ശ്മശാനത്തിന് പള്ളിക്കാരൊരു മതിൽ കെട്ടിയാൽ ആ മതിലിന് ചുറ്റുപാടുള്ള സ്ഥലം ഓട്ടോമാറ്റിക്കലി വഖഫിന്റെ ആവും. ഏതെങ്കിലും മുസ്ലിം ഖബർസ്ഥാൻ അടുത്ത് താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോ, നിങ്ങളുടെ ഭൂമി അവർ നിയമത്തിൽ പറഞ്ഞ വഖഫ് ബോർഡ് വിചാരിച്ചാൽ മതി എന്നാണ്. അങ്ങനെ ഭയങ്കര ആർബിട്രറി ആയിട്ടുള്ള ക്ലോസ് ആണ്. ഞങ്ങളുടേതാണെന്ന് വഖഫ് ബോർഡ് വിചാരിച്ചാൽ, തെളിവൊന്നും വേണ്ട. ഇഫ് ഇറ്റ് സീംസ് ടു ദി വഖഫ് ബോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തോന്നിയാൽ മതി, വഖഫ് ബോർഡിന് തോന്നിയാൽ മതി എന്നാണ്. ഒരു നിയമത്തിലും ലോകത്ത് അങ്ങനെ പറയാൻ പാടില്ല. അല്ല, എന്നിട്ടോ ഇതിനൊന്നും അപ്പീൽ പ്രൊവിഷൻ ഇല്ല. സുപ്രീം കോടതി പോകുമ്പോൾ പാടില്ല. ഈ നിയമത്തെ തുടരുതെന്ന് പറയുന്നവർ ഈ രാജ്യത്ത് 2 നിയമം വേണം. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ശരീഅത്ത് നിയമമാണ്. ഇന്ത്യയിലെ ശരീഅത്ത് നിയമം നമുക്കും കൂടെ, മുസ്ലിം അല്ലാത്തവർക്കും കൂടി ബാധകമാണ് എന്നാണ് നിയമം പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയും ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന കേരളത്തിലെ ഹിന്ദു എന്ന് പറയുന്ന നെറികെട്ട മനുഷ്യനും ദേവസ്വം ബോർഡിൽ നിങ്ങൾ ഹിന്ദുക്കളെ ആക്കുമെന്ന് ചോദിക്കുന്നത്. തിരിച്ചറിയണം നമ്മൾ. ഇതിനെതിരെ കേരളത്തിലെ ഹിന്ദു സംഘടനകൾ അടക്കമുള്ള ഒരു കാര്യമായി ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞോന്നറിയില്ല പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇത് കോൺഗ്രസ് ആണ് നേരത്തെ ഇരുന്ന വഖഫ് ബോർഡ് നിയമം ഭേദഗതി ചെയ്ത് ഇങ്ങനെ ഒരു ഹീനമായ നിയമമാക്കി മാറ്റിയത് 1995 54 ഉണ്ടാക്കിയ നിയമം ഇടയ്ക്ക് പിൻവലിച്ചതാണ്. 95 വീണ്ടും കൊണ്ടുവന്ന് ഈ കോൺഗ്രസ് ഇങ്ങനെ കൊണ്ടുവന്ന് നെഹ്റുവാണ് തുടങ്ങി വെച്ചത്. അതെ, ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ ആരും അറിയാതെ രഹസ്യമായി കൊണ്ടുവന്ന അജണ്ടയാണത്. ഇപ്പൊ കേരളത്തിൽ ഭൂരിപക്ഷമായിക്കൊണ്ടിരിക്കുക ജനസംഖ്യ. ഇന്ത്യയിലും ഒരു നിർണായക ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വഖഫ് ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തീരുമാനിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥലങ്ങൾ മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന് തോന്നുന്നതായി തീരുമാനിച്ചാൽ ഭൂമി അവർക്ക് ഏറ്റെടുക്കാം. അങ്ങനെ ഇന്ത്യയെ 2047 മുമ്പേ ഇസ്ലാമിക രാജ്യമാക്കാൻ പറ്റും. പണ്ട് ബംഗാളില് മന്ത്രിയായിരുന്ന ഒരാളെ അവിടുത്തെ കൽക്കട്ടയിലെ റെയിൽവേ സ്റ്റേഷൻ സ്വന്തം പ്രോപ്പർട്ടി ആയിട്ട് പ്രഖ്യാപിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ സകലതും ഈ റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉൾപ്പെടെ നമ്മുടെയാണ്, പട്ടാള ബാരക്കുകൾ നമ്മുടെയാണ്, വഖഫ് പ്രോപ്പർട്ടി ആണെന്നൊക്കെ പറയാവുന്ന അകത്ത്. ഇപ്പൊ പുതിയ നിയമത്തിലാണെങ്കിൽ സർവേ കമ്മീഷണർ ഉണ്ടല്ലോ വഖഫ് ബോർഡിന്റെ, അയാളുടെ ഉത്തരവാദിത്തം എടുത്ത് കളഞ്ഞിട്ട് കലക്ടർ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇവർക്കാണ് മേൽനോട്ട ഉത്തരവാദിത്തം കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ശരി. കാരണം വഖഫ് ബോർഡ് തോന്നുന്ന പോലെ, പിന്നെ വഖഫ് ട്രൈബ്യൂണൽ അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ സുനിലിന്റെ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവാം. അല്ല, കേരളത്തിൽ ഇതിനുവേണ്ടി ഘോരഘോരം പ്രസംഗിച്ച 2 മഹാന്മാരായ MP-മാരുടെ പേര് പറയാതെ പറ്റില്ല. ഒന്ന് NK പ്രേമചന്ദ്രൻ, 2 KC വേണുഗോപാൽ. കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും സ്വത്തുവകകൾ മുസ്ലിങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ അനുവദിക്കുന്ന നിലവിലുള്ള നിയമത്തെ തൊടാൻ പാടില്ല എന്ന് വാദിച്ച ബഹുമിടുക്കന്മാരാണ്. തിരിച്ചറിയണം, നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. അതെ, ഇത് ഒരു സ്വാഭാവിക നീതിയില്ലാത്തൊരു നിയമമാണ്. കാരണം അതിൻ്റെ അകത്ത് വഖഫ് ബോർഡിന് തോന്നിയാൽ എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ. എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും എതിർപ്പുണ്ട്. കാരണം സംയുക്ത കമ്മിറ്റി പോകാനേ പാടില്ല. അത് വിട്ടെ, സംയുക്ത കമ്മിറ്റി പോയാലും അത് പാസ്സാവും, ഒന്നും ചെയ്യാനില്ല. അതല്ല, ശരിക്കും വേണ്ടത് അമെന്റ്മെന്റ് അല്ല, ഭേദഗതിയിൽ ഈ നിയമം എടുത്ത് തോട്ടിക്കളയുക. അത് തന്നെയാണ് വേണ്ടിയിരുന്നത്. 54 ഉണ്ടാക്കിയത് 95 വരെ ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, മാത്രമല്ല ഇത് ഇസ്ലാമിക നിയമങ്ങളിലില്ല, ഈ ഇസ്ലാമിക രാജ്യങ്ങളിലില്ല.
ഇങ്ങനെ അല്ല. സക്കാത്ത് കൊടുക്കാം എന്ന് പറയുന്നു. അതെ അതെ ധാർമ്മിക പ്രേക്ഷകരെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ്. വേണമെങ്കിൽ ഭൂവിസ്തൃതിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ രാജ്യമാണെന്ന് പറയാം. ഇവിടെ ഇപ്പോഴും 80% പേർ ഹിന്ദുക്കളാണെന്നാണ് പറയുന്നത്. ഹിന്ദുക്കൾക്ക് ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും? നിങ്ങൾക്ക് ആകെയുള്ള ഒരു പിടി മണ്ണ് വേണമെങ്കിൽ ഏത് നിമിഷവും വഖഫ് ബോർഡിന് കൊണ്ടുപോകാം എന്ന തരത്തിൽ 95-ലെ കോൺഗ്രസ് സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുക. ഈ നിയമത്തെ അതിനുശേഷം ചരിത്രത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തൊട്ട് ഹിന്ദു വിരുദ്ധമായ രാജ്യവിരുദ്ധമായ, ഹിന്ദുക്കൾക്ക് മാത്രമല്ലല്ലോ, സിഖുകാരൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും മുസ്ലിങ്ങൾക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു കിരാത നിയമം, രാജ്യത്തെ നിയമം ഒന്നും ബാധകമല്ല, രാജ്യത്തെ കോടതി ബാധകമല്ല എന്ന് പറയുന്ന നിയമത്തെ പൊളിച്ചെഴുതാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ്. നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് അറിയുമായിരുന്നു. ഇവിടെയാണ് മോദിയുടെ പ്രസക്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.